ഈ 2020 ലോകകപ്പ് ജനൻ ടി വി പ്രേക്ഷകർക്കായി അത്യാവശ്യം നന്നായി അതിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. ഒപ്പം തന്നെ യൂറോ കപ്പും കോപ്പ അമേരിക്കയും അതിലൊരു നിർണായക പങ്ക് വഹിച്ചത്. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, ഈ ഇവിടെ ഇരുന്ന് പറയാൻ എളുപ്പമാണ് ഏജൻസികൾ ഉണ്ടെങ്കിലും ഈ ഗ്രൗണ്ടിൽ നിന്ന് രാജ്യാന്തര ഇവന്റുകൾ വലുതാകും തോറും അവിടെ അക്രഡിറ്റേഷൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പലപ്പോഴും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലർക്ക് കിട്ടും അക്രഡിറ്റേഷൻ. കാരണം അതിന് പല ക്രൈറ്റീരിയ ഉണ്ട്. അത്തരം ഒരു ടൂർണമെന്റ് പണ്ട് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിനൊരു ക്രെഡിറ്റ് കിട്ടും. പിന്നെ ഇവർ ഇതിന് വെക്കുന്ന ചില മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ ആദ്യത്തെ പ്രിഫറൻസ് കൊടുക്കുന്നത് ന്യൂസ് ഏജൻസികൾക്കാണ്. അത് കഴിഞ്ഞ് ഈ ദേശീയ രാജ്യാന്തര ഒന്നിലധികം രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും മാധ്യമ സ്ഥാപനമുണ്ടോ, അത് കഴിഞ്ഞാൽ പിന്നെ ദേശീയ തലത്തിലുള്ള മാധ്യമമുണ്ടോ, ഇംഗ്ലീഷ് ഉണ്ടോ. അപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് വരിക പ്രാദേശിക ഭാഷയിലുള്ള ഒരു ജനറൽ ന്യൂസ് ചാനലിനോ ഒരു പത്രത്തിനുമായിരിക്കും. കാര്യം അടുത്ത് പിന്നെ ഈ സ്പോർട്സ് സ്പെഷ്യലൈസ് ചെയ്യുന്ന മാഗസീൻസും അതല്ലെങ്കിൽ സൈറ്റുകളും അങ്ങനെ. ഇപ്പം കാര്യം ഇനി എത്രയൊക്കെ പറഞ്ഞാലും സ്റ്റേഡിയത്തിനേക്കാൾ വലിയ പ്രസ് ബോക്സോ മീഡിയ ബോക്സോ പണിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ പിന്നെ ഇതിന് ചില ഏജൻസികൾ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് അക്രഡിറ്റേഷൻ കിട്ടിയെന്ന് വെച്ചോളൂ, ഈ മാലയും തൂക്കിയിട്ട് കയറി ചെന്നാൽ അകത്ത് കയറണമെന്നില്ല, സ്റ്റേഡിയത്തിനുള്ളിൽ കയറാം. പ്രസ് ബോക്സിൽ കയറണമെങ്കിൽ പിന്നെയും അവിടെ ചെന്ന ശേഷം പിന്നെ ഓരോ മാച്ചിനായിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഓരോ മാച്ചിന് അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെയുണ്ട് ക്രൈറ്റീരിയ. കളിക്കുന്ന 2 ടീമുകൾ, ഹോസ്റ്റ് നേഷൻ, അവിടുത്തെ ദേശീയ പത്രം, ഏജൻസി. മനസ്സിലായില്ല? അക്രഡിറ്റേഷൻ കിട്ടാൻ മാത്രമല്ല ഈ പരീക്ഷണം എല്ലാം കടന്നു. അതായത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് പല ഇവന്റുകളും രാജ്യത്തിന് പുറത്തു പോയി റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റുകളെ സംബന്ധിച്ച് അവർ എത്ര ക്രൈറ്റീരിയകളിലൂടെ എത്ര കടമ്പകളിലൂടെ കടന്നു പോകുന്നുണ്ട് സ്ഥാപനങ്ങളും. അപ്പൊ ഇവിടെ ഇക്കുറി നമുക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം മറികടക്കാൻ കെൽപ്പുള്ള ഒരു വെറ്ററൻ ജേർണലിസ്റ്റ് നമ്മുടെ പ്രതിനിധിയായി US-ലും വെസ്റ്റ് ഇൻഡീസിലും ഒക്കെ സഞ്ചരിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലെ വാട്സാപ്പ് മെസ്സേജ് ഇന്ന് രാവിലെയാണ് എനിക്ക് ലഭിക്കുന്നത്. നിരന്തരമായി എൻ്റെ ടീമിന് അദ്ദേഹം ഓക്കെ. അപ്പൊ നായർ സാറിന് പോകേണ്ടതുണ്ട്. നിഖിൽ ചേരുകയാണ്. നിഖിൽ കുമാർ, പെട്ടെന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞു ചുഴലിക്കാറ്റിനെ തുടർന്ന് ബാർബഡോസിൽ കുടുങ്ങിയ ഇന്ത്യൻ ടീമിനെ ഉടൻ നാട്ടിലെത്തിക്കും. ഇതിനായി പ്രത്യേക വിമാനം അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BCCI. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഈ മാസം 4-ാം തീയതി വരെ ബാർബഡോസിലെ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചത്. നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ കുമാറിന് ഒപ്പം തന്നെ ബാർബഡോസിൽ നിന്ന് ശ്രീ KR നായരും ചേരും. ജനം TVക്ക് വേണ്ടി വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്ത KR നായർ. നിഖിൽ, പെട്ടെന്ന് പറയൂ, കാര്യം നായർ സാറിന് അവിടെ നിന്ന് പെട്ടെന്ന് പോകണം എന്ന് പറയുന്നു. എന്താണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്? അതായത് തിങ്കളാഴ്ച രാവിലെയാണ് ഇന്ത്യൻ ടീം ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത്. അതിനുവേണ്ടി ഒരു പ്ലാൻ ഇട്ടത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ പറഞ്ഞതുപോലെ കാലാവസ്ഥ മോശമായ ചുഴലിക്കാറ്റിനെ തുടർന്ന് വിമാനത്താവളം അടച്ചതിനെ തുടർന്ന് ഇന്ത്യൻ ടീമിന്റെ ആ ഒരു യാത്ര വൈകുകയായിരുന്നു. വിമാനത്താവളം ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ടീമിന്റെ യാത്രയെ സംബന്ധിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് വിമാനത്താവളം ഏതെങ്കിലും കാരണവശാൽ ഒരു വിമാനം ഇറക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സമയത്ത് ഇന്ത്യ ഒരു ചാർട്ടേഡ് വിമാനം ഇന്ത്യൻ ടീമിനെയും ഒപ്പം സപ്പോർട്ടിംഗ് സ്റ്റാഫിനെയും അടക്കമുള്ള ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ബാർബഡോസിൽ എത്തും എന്നുള്ളതാണ്. അതിനുവേണ്ടി വിമാനം ഇന്ത്യയിൽ റെഡിയായി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, BCCI സെക്രട്ടറി ജയ്ഷ അടക്കമുള്ള ആളുകൾ ഇന്ത്യൻ ടീമിനൊപ്പമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ടീമിനെ ഏതെങ്കിലും സാഹചര്യത്തിൽ കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തന്നെ ടീം ഇന്ത്യയെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും BCCIയും ടീം മാനേജ്മെന്റും പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ ടീം ഉള്ളത് ബാർബഡോസിലെ ഹിൽട്ടൺ ഹോട്ടലിലാണ്. ഈ ഹോട്ടലിലാണ് നിലവിൽ ടീം ഇന്ത്യ ടീമിനെ താമസിപ്പിച്ചത്. ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് ബുധനാഴ്ചയോടെ ആയിരിക്കും ഇന്ത്യൻ ടീമിനെയും കൊണ്ട് പ്രത്യേക വിമാനം ഡൽഹിയിലേക്ക് എത്തുക. നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന അടക്കം ആണെങ്കിൽ ബാർബഡോസിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുക എന്ന രീതിയിലായിരുന്നു ചാർട്ടേഡ് വിമാനം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ചിട്ടാണെങ്കിൽ നേരിട്ട് ബാർബഡോസിൽ നിന്നും ഡൽഹിയിലേക്ക് ഉള്ള ഒരു വിമാനമായിരിക്കും പുറപ്പെടുക. അങ്ങനെയെങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെയോടുകൂടി വിമാനം അവിടെ എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചത്. എന്തായാലും വിമാനം ഇന്ത്യയിൽ നിന്നും, അതായത് ബാർബഡോസ് വിമാനത്താവളം എപ്പോൾ തുറക്കുന്നു അതിന് അടുത്ത സമയം തന്നെ ഇന്ത്യയിൽ നിന്നും വിമാനം അവിടെ എത്തും എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി അറിയാൻ സാധിക്കുന്നത്. ശരി നിഖിൽ, തിരിച്ചു വരാം. ശ്രീ KR നായർ, ഗുഡ് മോർണിംഗ്. ഇന്ത്യയിൽ അവിടെ ഗുഡ് ഈവനിങ് ആയിരിക്കണം അല്ലോ.
എന്താണ് അവസ്ഥ? ഈ ആദ്യത്തെ മെസ്സേജ് കണ്ടപ്പോൾ ഇത്ര ഗുരുതരമാണെന്ന് അറിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞാൽ കുടിവെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വളരെ ധൃതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ഭാഗത്ത് കൺഗ്രാറ്റുലേഷൻസ്, മറുഭാഗത്ത് ആശങ്ക. ടേക്ക് കെയർ. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഗുഡ് ഈവനിങ് ആണ്. ഇവിടെ ഇപ്പൊ രാത്രി ആകാറായി. ഇവിടുത്തെ അവസ്ഥ ആസ് ഓഫ് നൗ കുറച്ച് കഷ്ടത്തിലാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിയിലേക്കൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ സിഗ്നൽ പോലീസ് ഇന്ന് തരണം. ബിക്കോസ് ഏറ്റവും പേടിക്കേണ്ടത് നമ്മളിവിടെ ഈ കാറ്റ് ഭയങ്കര 130 കിലോമീറ്റർ സ്പീഡിലാണ് കാറ്റടിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയില് ഈ ഹൗളിംഗ് സൗണ്ടോട് കൂടിയാണ് കാറ്റ് വന്നുകൊണ്ടിരുന്നത്. അതോടുകൂടി ലൈറ്റ് പോയി ആൻഡ് എല്ലാ കണക്ഷൻസും പോയി ആൻഡ് ഭയാനകമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് മഴയും കൂടെ പെയ്തു. അപ്പം അത് കഴിഞ്ഞ് രാവിലെയൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം എന്താ ഈ എൻ്റെ ഞാൻ താമസിക്കുന്നതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഇലകളൊക്കെ പറന്ന് എല്ലാം ഈ ചെടികളുടെയും ഇലകളുടെയും ഈ ഭാഗ്യത്തിന് അവിടുത്തെ ഒരു തെങ്ങ് അവിടെ നിൽപ്പുണ്ട്. അത് ലാത്തുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര താഴോട്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു തേങ്ങ താഴെ വീഴുമോ എന്നുള്ള ഒരു ഭയം വരെ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഫ്ലൈയിങ് ഓബ്ജക്റ്റ് ആണ്. ഈ ഹരിക്കെയിൻ വരുമ്പം വല്ല വീടുകളുടെ കൂരയുടെ മേളിലിരിക്കുന്ന കൂരയൊക്കെ പറന്ന് നമ്മുടെ ദേഹത്തടിക്കാം. അതുകൊണ്ടാണ് പോലീസ് വെളിയിൽ ഇറങ്ങരുതെന്ന് പറയുന്നത്. സോ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ആരാധകരും വന്നവരെല്ലാരും പെട്ടുകിടക്കുകയാണ്. ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, ന്യൂയോർക്കിലേക്ക് ഫ്ലൈറ്റ് ഇല്ല, മയാമിക്ക് ഫ്ലൈറ്റ് ഇല്ല. എൻ്റെ ഫ്ലൈറ്റും ക്യാൻസലായി പോയി. ഞാൻ മയാമിക്കും മയാമിക്ക് പോയിട്ട് അവിടുന്ന് പാരീസിന് പോയി തിരികെ പോകാനിരുന്നതാണ്. പക്ഷെ അതൊന്നും വർക്ക് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് ടോട്ടൽ പ്രശ്നത്തിലാണ്. ബിക്കോസ് എയർപോർട്ട് ഇത് കഴിഞ്ഞ ഉടനെ അവർ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ബുക്കിംഗ് എടുക്കുന്നില്ല ടിക്കറ്റുകളൊന്നും. അപ്പം 4 തീയതി വരെ അടഞ്ഞു കിടക്കും എന്നാണ് പറയുന്നത്. എത്രത്തോളം അപ്പൊ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് ചെയ്യുന്ന ഇപ്പൊ ടിക്കറ്റ് ഇപ്പൊ ന്യൂയോർക്കിനൊക്കെ പോണ ടിക്കറ്റൊക്കെ $3000 $400 പോകേണ്ടത് ഇപ്പൊ $3000 ആൾക്കാർ കൊടുക്കേണ്ടി വരുന്നത്. അത്രത്തോളം പൊങ്ങിയിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പം ബിക്കോസ് ഒരു എയർപോർട്ട് എസ്പെഷ്യലി ഒരു വേൾഡ് ഇവന്റ് നടക്കുമ്പോൾ അതിൻ്റെ ആൾക്കാരെല്ലാം പോകാനിരിക്കുമ്പോഴത്തേക്ക് അടച്ചിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് സംഭവം. ഇപ്പം എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഇപ്പം എയർപോർട്ടിൽ ഞാൻ 5-ാം തീയതിക്ക് എനിക്കൊരു ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ ആയിരിക്കും. ബിക്കോസ് ഇത് എയർപോർട്ട് തുറക്കുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് ഇരച്ച് എങ്ങനെങ്കിലും കയറി വെളിയിലേക്ക് വിടാനാണ് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. കാറ്റ് ഇപ്പോഴും നിന്നിട്ടില്ല, പക്ഷെ കാറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാറ്റ് കുറഞ്ഞ സ്ഥിതിക്ക് ചില പ്ലെയിനുകൾ ഇറങ്ങാൻ സാധിക്കും. ഈവൻ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണെങ്കിൽ ഇവിടെ ലാൻഡ് ചെയ്തിട്ടല്ലേ പൊങ്ങി പോകാൻ പറ്റുള്ളൂ. സോ അതിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്നുണ്ട്. ഇതിന്റെ തലേ ദിവസം മുമ്പ് തന്നെ ഞാൻ ജനം ടിവിയോട് പറഞ്ഞായിരുന്നു, ആൾക്കാർ സ്റ്റോക്ക് ബൈയിങ് നടത്തി, ആൾക്കാർ പാനിക് ബൈയിങ് നടത്തി, ഫുഡുകളൊക്കെ വാങ്ങിച്ചു കൂട്ടി. ബിക്കോസ് എത്ര ദിവസം വെളിയിൽ പോകാൻ പറ്റൂല എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇന്നലെ രാത്രിയിലെ ലൈറ്റും എല്ലാം കൂടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറെ ദിവസത്തേക്ക് ഇതൊന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വൈഫൈയും ലൈറ്റും വന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സാർ, ഇതിപ്പോൾ നമ്മൾ ഇവിടെ കാത്തിരിക്കുകയാണ് ടീമിനെ ഇങ്ങോട്ട് വരുന്നതും വന്നതിന് ശേഷമുള്ള ആഘോഷമൊക്കെ തുടങ്ങാനായി. പക്ഷെ ടീമും അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. പ്രത്യേക വിമാനം അയക്കുന്നൊക്കെ കേൾക്കുന്നു. പക്ഷെ അതിനുള്ള സാധ്യതകളുണ്ടോ അവിടെ? പ്രത്യേക വിമാനം വന്നാലും അവരെ നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ്? നാട്ടിലെ മറ്റേ കമേഴ്സ്യൽ ഫ്ലൈറ്റിൽ പോകാൻ പറ്റത്തില്ല. ബിക്കോസ് കൊമേഴ്സ്യൽ ഫ്ലൈറ്റിനൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ്.
അപ്പൊ അവർ എടുത്തിരുന്ന കമേഴ്സ്യൽ ഫ്ലൈറ്റുകൾ തന്നെ പൊങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പൊ ചാർട്ടേഡ് ഫ്ലൈറ്റ് ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. ആൻഡ് ബാർബഡോസ് ഡൽഹി ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് അവരെടുക്കാൻ പോകുന്നത്. അപ്പൊ പക്ഷെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ത്യയിൽ നിന്ന് വന്ന് ലാൻഡ് ചെയ്യണം. ഈ എയർപോർട്ട് തുറന്നു കഴിഞ്ഞാലല്ലേ ചാർട്ടേഡ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാനാണ് ഇരിക്കുന്നത്. അപ്പം അറേഞ്ച്മെന്റ്സ് അനുസരിച്ചിട്ട് ഈ ഫ്ലൈറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഡൽഹിക്ക് പോവുകയും അവിടെ ഇതിന്റെ കൂടെ കുറച്ച് പേര് സ്റ്റാൻഡേർഡ് ആയിട്ട് കിടക്കുന്നവരെയും കൊണ്ടുപോകണം എന്നുള്ളതാണ് മനസ്സിലായി. ഇന്നലെ ഞാൻ റോജർ ബിന്നിയുമായിട്ട് സംസാരിച്ചപ്പോൾ റോജർ ബിന്നി പറയുകയുണ്ടായി, കഴിയണത് ഞങ്ങൾ ആൾക്കാരെ ഇന്ത്യയിൽ നിന്ന് വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും കൊണ്ടുപോകാൻ നോക്കുകയാണ് ഈ ഫ്ലൈറ്റിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.